ഹായ് ഫ്രണ്ട്സ്, ടേസ്റ്റ് ലാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റാഗി ദോശയാണ്. അപ്പോൾ റാഗി കൊണ്ട് നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു ദോശ തന്നെയാണ് നമ്മളിന്നിവിടെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ തയ്യാറാക്കുന്ന റാഗി ദോശയാണെങ്കിൽ അതെല്ലാവരും കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ കുട്ടികളായാലും കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ മടി കൂടാതെ കഴിച്ചോളും. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ഈ ദോശ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് റാഗിയാണ്. അപ്പോൾ ഒരു കപ്പ് അളവിലാണ് റാഗി എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഉഴുന്നുപരിപ്പാണ്. അപ്പോൾ റാഗി എടുത്ത അതേ കപ്പ് അളവിൽ തന്നെ ഒരു 1/4 കപ്പ് അളവിലാണ് ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഉലുവയാണ്. അപ്പോൾ ഇതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവയാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതൊരു 4-5 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊരു 4-5 മണിക്കൂറോളം നന്നായിട്ടൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 4-5 മണിക്കൂർ അങ്ങനെ തന്നെ വെക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു 4-5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് അവലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 കപ്പ് അളവിലാണ് അവലെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വെള്ള അവലാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. തരിതരി ഇല്ലാതെ വേണം നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്നും നമുക്ക് ഒരു 8 മണിക്കൂറോളം അങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇതിപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാവെല്ലാം നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. അപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ദോശ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ പാനെല്ലാം ചൂടാക്കിയെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കരുത്. ഒരു മീഡിയത്തിലിട്ടിട്ട് പാൻ ചൂടായതിന് ശേഷം വേണം മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മുടെ ദോശ മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് നല്ല നൈസായിട്ട് പരത്തിയെടുക്കാൻ പറ്റില്ല. ഇനി ഇതിൻ്റെ മുകൾ ഭാഗമെല്ലാം ഒന്ന് വലിഞ്ഞു വരുന്ന സമയം നമുക്കിതിൻ്റെ മുകളിലോട്ടായിട്ട് ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ എത്രയോ ക്രിസ്പിയാണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ മടിയാണെങ്കിൽ തന്നെയും ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കഴിച്ചോളും. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ പുതിയ റെസിപ്പീസ് കാണാനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ആക്കുക. എന്നിട്ട് തൊട്ട് വരുന്ന ബെൽ ബട്ടണിൽ ഓൾ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്